അവൻ വരുമ്പോ വരട്ടെ. മോള് ഭക്ഷണം കഴിക്കേ. വരട്ടെ, എന്നിട്ട് ഒന്നിച്ച് കഴിക്കാം. നമുക്ക് ആദ്യം ശീലമൊക്കെ ഒന്ന് മാറ്റണം. ഭക്ഷണം കഴിക്കുന്നത് ഓരോരുത്തരുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാ. അത് കൃത്യസമയത്ത് കഴിച്ചാ അതാണ് ഏറ്റവും നല്ലത്. ഈ ഭക്ഷണത്തിന്റെ മുന്നിൽ ഈ കാത്തിരിപ്പ് നിന്നാ തന്നെ മനുഷ്യൻ പാതി രക്ഷപ്പെടും. എനിക്കിപ്പോ അങ്ങനെ രക്ഷപ്പെടുന്നില്ല. ഞാൻ എന്തായാലും ഇപ്പൊ കഴിക്കുന്നില്ല. അതവൻ വന്നെന്ന് തോന്നുന്നു. മോളെ നീ നല്ലോണം ചൂടായിക്കൊള്ളും കേട്ടാ. നല്ല വഴക്ക് പറയണം കേട്ടാ. പറ കണ്ടക്കത്തിലുള്ള ഊണ്ട് വരട്ട്. നീ ഇതുവരെ എവിടെയായിരുന്നു? അത് ഉത്തരയുടെ കൂടെ ഒരു സ്ഥലം വരെ പോയിരുന്നു. അല്ല, നിത്യ പറഞ്ഞില്ലേ? പോയ സ്ഥലത്തിനും പേരൊന്നുമില്ലേ? ഞാനാ ചോദിച്ചേ. സാധാരണ ഒരു കാര്യം വരുമ്പോ ആ കാര്യവും പോകുന്ന സ്ഥലവും ഒക്കെ കൃത്യമായിട്ട് പറയുന്നൊരു ഏർപ്പാടുണ്ടായിരുന്നല്ലോ. അല്ല, ഇതെന്താ മാവ ഇങ്ങനൊരു ചോദ്യം ചെയ്യല്? ഞാനെന്താ എങ്ങോട്ടെങ്കിലും വഴി തെറ്റിപ്പോയോ? അതോ പുറത്തു പോകുമ്പോ എനിക്ക് പെരുമാറാൻ അറിയില്ലേ? അല്ല, അതറിയില്ല. എടാ, ഈ പൊതുപ്രവർത്തനവും നാട്ടുകാരെ നന്നാക്കാൻ നടക്കുന്നവർക്കൊക്കെ ഈ കുടുംബ ജീവിതത്തില് ഒരു കൃത്യതയൊന്നും കാണിക്കാറില്ല. എടാ, ജീവിതത്തില് അല്ല, ഇങ്ങനെയൊക്കെ പറയാൻ ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത്? എടാ, ഈ കാത്തിരിക്കുന്നവരുടെ ടെൻഷൻ നിനക്ക് അറിയത്തില്ല. എന്തിനാ ടെൻഷൻ? പിന്നെ ടെൻഷൻ ആവില്ലേടാ. എന്തൊക്കെ പ്രശ്നങ്ങളായി ഇപ്പൊ കഴിഞ്ഞിരിക്കുന്നേ? ഇപ്പോഴും ഭീഷണിയൊക്കെ അവസാനിച്ചിട്ടുണ്ടോ? ഏതൊക്കെ വഴിയാ അപകടം വരാന്ന് അറിയാണ്ടിരിക്കുക. അവിടെ അവരുടെ പാതിരാ സർക്കിട്ട്. അല്ല എടോ, പിന്നെ ഞാൻ കഴിച്ചു. താൻ കഴിച്ചോ? അല്ല, ഞാൻ ഉത്തരയുടെ കൂടെ പുറത്തുനിന്ന് കഴിച്ചു. താൻ കഴിക്ക്. നീ എന്ത് പണിയായി കാണിച്ചേ? ഈ നേരം വരെ വിശപ്പ് സഹിച്ച് ഈ കൊച്ചിയുടെ കാത്തിരിക്കുകയായിരുന്നു. അഥവാ നിനക്ക് പുറത്തുനിന്ന് കഴിക്കണമെങ്കിൽ ആ വിവരം നിനക്കൊന്ന് വിളിച്ചു പറഞ്ഞുകൂടായിരുന്ന? അയ്യോ, ഞാനത് ഓർത്തില്ല. താൻ കഴിക്ക്. കഴിക്ക. അമ്മാവൻ കഴിച്ചാട്ടെ.